നമസ്കാരം. സുഭാഷിതം. ഗന്ധേന ഗാവഃ പശ്യന്തി വേദൈഃ പശ്യന്തി ബ്രാഹ്മണാ ചാരൈഃ പശ്യന്തി രാജാൻ ചക്ഷുഭ്യാമിത രേജനാ. ഗന്ധേന ഗാവഃ പശ്യന്തി വേദൈഃ പശ്യന്തി ബ്രാഹ്മണാഃ ചാരൈഃ പശ്യന്തി രാജാനാം ചക്ഷുഭ്യാം ഇതരേ ജനാഃ. ഇതാണ് ഇവിടുത്തെ സുഭാഷിതം. ഗാവാഹ പശുക്കൾ ഗന്ധം വഴിയായിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നു ഉണ്ട്, എന്നാലും ഗന്ധം വഴി പശുക്കൾ മനസ്സിലാക്കുന്നു. പശുക്കളുടെ അടുത്തുകൂടെ പോകുമ്പോൾ നമ്മൾ പശു കുത്തും എന്നൊരു മനോഭാവം നമ്മളിലുണ്ടായാൽ അത് നമ്മളിൽ നിന്നൊരു പ്രത്യേകമായ ഒരു വൈബ്രേഷൻ പശുവിന് ചെല്ലുന്നു. പശു നമ്മളെ കുത്താനായിട്ട് വരുന്നു. എന്നാൽ പശു കുത്തത്തില്ല, അതൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നോർമലായിട്ട് നടന്നു പോയാൽ അത് വരത്തുമില്ല, അത് കുത്താനുള്ള ആ ഒരു പ്രവൃത്തി ചെയ്യത്തുമില്ല. ഇത് പ്രവൃത്തി നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. ഈ പറയുന്ന വിഷയങ്ങൾ നമ്മൾ ജീവിതത്തിൽ അത് അനുഭവിച്ച് നോക്കുമ്പോഴേ ഇത് മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ ആ ഉദാഹരണം വന്ന പശുവിലെയാണ്. ചില മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകമായ സവിശേഷത ഉണ്ട്. അപ്പം ഗന്ധം കൊണ്ടാണ് പശു മനസ്സിലാക്കുന്നത്, അറിയുന്നത്. പിന്നെ ജീവികളുടെ വേദം വഴിയായിട്ട് ബ്രാഹ്മണർ കാണുന്നു. ബ്രാഹ്മണർ കാണുന്നത് വേദത്തിലൂടെയാണ്. വേദമാണ് അവർക്ക് വഴികാട്ടി, വേദമാണ് അവർക്കെല്ലാം. അപ്പം വേദത്തിലൂടെയാണ് ബ്രാഹ്മണരെ കാണുന്നത്. പിന്നെ രാജാവ് കാണുന്നത് എങ്ങനെയാണ്? ചാരന്മാർ വഴി. കാരണം രാജാവിന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ലോകത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ സ്ഥിതിവിശേഷങ്ങളൊന്നും അറിയാനുള്ള കാര്യമില്ല, അതിനുള്ള സാഹചര്യമില്ല. കാരണം അങ്ങനെ രാജാവിന് പോകാൻ പറ്റുമോ? മന്ത്രിക്കൊരു പരിധിയുണ്ട്, മറ്റുള്ള സേവകന്മാർക്ക് ഓരോരുത്തർക്കും പരിധി. പക്ഷേ ചാരന്മാർ ആ രാജ്യത്തെ പ്രത്യേകമായ എന്തെങ്കിലും വിഷയങ്ങളോ വിശേഷങ്ങളോ അല്ലെങ്കിൽ രാജ്യത്തിന് സംഭവിക്കേണ്ടതായ മറ്റുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം ചാരന്മാർ കണ്ടുപിടിച്ച് രാജാവിൻ്റെ സമക്ഷം എത്തിക്കുന്നു. അപ്പം രാജാക്കന്മാർ കാണുന്നത് ചാരന്മാർ വഴിയാണ്. അപ്പം ഇതൊക്കെ പറയുമ്പോൾ ഇതിനകത്തുള്ള ആ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ ഇത് ചിന്തിക്കാൻ. പിന്നെയോ സാധാരണ മറ്റുള്ളവർ കാണുന്നത്, നമ്മളൊക്കെ കാണുന്നത് സാധാരണ കണ്ണുകൊണ്ട്. ഇതൊന്നും അല്ലാത്തവർ കാണുന്നത് വെറും കണ്ണുകൊണ്ട് കാണുന്നു. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലും മനസ്സിലാവും, കുറച്ച് ആളുകൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ജീവികളുടെ രക്ഷകൻ അഥവാ ബന്ധുവാണ് മഴ എന്നുകൂടി പറയുന്നുണ്ട്. ഈ ജീവജാലങ്ങളുടെ ബന്ധു മഴയാണ്. സ്ത്രീകൾക്ക് ബന്ധു ഭർത്താക്കന്മാരാണ്. രാജാവിന് ബന്ധു മന്ത്രിയാണ്. ബ്രാഹ്മണരുടെ ബന്ധു വേദം കാണും. സത്യത്താലൂടെ ധർമ്മം സംരക്ഷിക്കപ്പെടണം. യോഗത്താൽ വിദ്യ സംരക്ഷിക്കപ്പെടണം. പിന്നെ ശുചിത്വം കൊണ്ട് സൗന്ദര്യം സംരക്ഷിക്കപ്പെടുന്നു. സൽസ്വഭാവത്താൽ വംശം സംരക്ഷിക്കപ്പെടുന്നു. ഈ വിഷയങ്ങളൊക്കെ ഒന്നിനു പിറകെ ഒന്നായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുമ്പോൾ ഓരോ ജീവജാലങ്ങൾക്കും അവരാരാണ് അവരുടെ ബന്ധു എന്ന് ഇവിടെ സുഭാഷിതത്തിലൂടെ നമ്മളെ മനസ്സിലാക്കുന്നു. നമസ്തേ.